വർഷാവർഷം അധ്യയനം തുടങ്ങുന്നതിന് മുൻപ് സ്കൂളുകളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉറപ്പാക്കണം. തദ്ദേശ വകുപ്പിൽ നിന്നാണ് അത് ലഭ്യമാക്കേണ്ടത്. അത്യന്തം ശോചനീയാവസ്ഥയിലുള്ള സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് ലഭിച്ചത്? കോൺഗ്രസ് ഭരിക്കുന്ന മൈനാഗപ്പള്ളി പഞ്ചായത്താണ് ആ താൽക്കാലിക ഷെഡിനെ പരാമർശിക്കാതെ സ്കൂളിന് ആ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയത്. അപ്പോൾ തദ്ദേശ സ്ഥാപനവും പ്രതിക്കൂട്ടിലാണ്. പക്ഷേ ആ വീഴ്ച സംബന്ധിച്ച് പ്രസിഡന്റ് വർഗീസ് തരകൻ നിരത്തുന്നത് വിചിത്ര ന്യായമായിരുന്നു. ഇന്ന് ന്യൂസ് 24-ൽ അദ്ദേഹം നടത്തിയ പ്രതികരണം വളരെ വിചിത്രമായിരുന്നു. അതൊന്ന് കേൾക്കാം. ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യത്തിൽ ഒരു CPM-ന്റെ ഒരു ഭരണസമിതി നടത്തുന്ന സ്കൂളാണ്. ഞങ്ങൾക്ക് അതിനകത്ത് ഞങ്ങൾ പ്രതിപക്ഷ കക്ഷികളാണ്. ഞങ്ങളെ ഒരിക്കൽ പോലും അതിനകത്ത് ഒരു കാര്യത്തിനും വിളിക്കാറില്ല. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റാണ്. ഇന്ന് വരെ ഒരു കമ്മിറ്റിയിലും എന്നെ അവിടെ വിളിച്ചിട്ടില്ല. മാത്രമല്ല നമ്മൾക്ക് അതിനകത്ത് അവർ പറയുന്ന മറ്റൊരു കാര്യം പറയുന്നത് ഹൈസ്കൂളാണ്. സാധാരണ പഞ്ചായത്തിൻ്റെ ഭരണം എന്ന് പറയുന്നത് UP സ്കൂള്, ലോവർ പ്രൈമറി സ്കൂള്, അങ്ങനെ അത്തരത്തിലുള്ള സ്കൂളുകളിലാണ് നമ്മൾ നേരിട്ടുള്ള സംവിധാനവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അന്നേരം തന്നെ നടപടി ഉണ്ടായേനെ. മാത്രമല്ല നമുക്ക് പറയാനുള്ള ഒരു വേദിയും അവിടെ ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം.